എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സുപ്രീം കോടതി എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹൈക്കോടതിയെക്കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സുപ്രീം കോടതിയുടെ കീഴിലായി ഓരോ സംസ്ഥാനത്തും ജുഡീഷ്യറി ആയിട്ട് ഓരോ സംസ്ഥാനത്തെയും ഏറ്റവും വലിയ കോടതി എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സംസ്ഥാനത്തെ ജുഡീഷ്യറിയിൽ ഒരു ഹൈക്കോടതിയും ഹൈക്കോടതിക്ക് കീഴിലായി ഓരോ ജില്ലയിലും മറ്റ് ജില്ലാ കോടതി ഉൾപ്പെടെ മറ്റ് കീഴ്ക്കോടതികളുടെയും ഒരു ശ്രേണി അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതിൽ നമ്മൾ ഇന്ന് ഹൈക്കോടതിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഭരണഘടനയിൽ എന്താ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതി വേണമെന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ 1956 7ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി എന്ന നിലയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്കും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിനും കൂടിയായിട്ട് ഒരു പൊതു ഹൈക്കോടതി എന്ന നിലയിൽ സ്ഥാപിക്കാനും സാധിക്കും. അതിന് പാർലമെന്റിന് അധികാരം നൽകുന്ന ഭേദഗതിയായിരുന്നു 7ാമത്തെ ഭരണഘടനാ ഭേദഗതി 1956. ഈ ഭേദഗതിയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ 7ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് പൊതുവായിട്ട് ഒരു ഹൈക്കോടതി സൃഷ്ടിക്കാം, അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്കും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിനും കൂടിയായിട്ട് ഒരു ഹൈക്കോടതി സൃഷ്ടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഉദാഹരണം പറയാം, നമ്മുടെ കേരള ഹൈക്കോടതിയുടെ കീഴിൽ വരുന്നതാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശം. അതെങ്ങനെ സൃഷ്ടിക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെന്റിന് അധികാരം നൽകിയതുകൊണ്ടാണ് ആ രീതിയിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി പാർലമെന്റിന് ഒരു ഹൈക്കോടതിയുടെ അധികാരപരിധി ഏത് കേന്ദ്രഭരണ പ്രദേശത്തിലേക്ക് വ്യാപിപ്പിക്കാനും കഴിയും, അതുപോലെ ഒഴിവാക്കുവാനും സാധിക്കും. ഓക്കെ, അപ്പോൾ പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹൈക്കോടതിയുടെ അധികാരപരിധി ഏത് കേന്ദ്രഭരണ പ്രദേശത്തിലേക്ക് വ്യാപിപ്പിക്കാനും അതുപോലെ തന്നെ അത് ഒഴിവാക്കുവാനും സാധിക്കും. പിന്നെ ഹൈക്കോടതിയുടെ ചരിത്രം, ഏതൊക്കെ ഹൈക്കോടതിയാണ് ആദ്യമായിട്ടുണ്ടായത്, ഹൈക്കോടതി ആക്ട് 1861 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. ഇനി ഭരണഘടനയിലെ ഭാഗം 5 നമ്മൾ എന്ത് പറഞ്ഞത്? സുപ്രീം കോടതിയെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഭാഗം 6 എന്ത് വരുന്നത്? ഹൈക്കോടതി വരുന്നത്. അപ്പോൾ ഭരണഘടനയിലെ ഭാഗം 6 ഈ പറയുന്ന ആർട്ടിക്കിൾ 214 മുതൽ 231 വരെയാണ് ഹൈക്കോടതികളെ കുറിച്ച് പരാമർശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിയാണെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് 214 കിട്ടുന്നു എന്ന് പറഞ്ഞു. 214 എന്ത് പറയുന്നത്? ഹൈക്കോടതികളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഹൈക്കോടതികളെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 214 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാഗം 6 ആർട്ടിക്കിൾ 214 മുതൽ 231 വരെയാണ് ഹൈക്കോടതികളെ കുറിച്ച് പരാമർശിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഘടന, അതിൻ്റെ നിയമനം എന്നൊക്കെ നമുക്ക് നോക്കാം. ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ അംഗസംഖ്യ തീരുമാനിക്കുന്ന പ്രസിഡന്റാണ്. നമ്മൾ പറഞ്ഞു സുപ്രീം കോടതിയിലെ അംഗസംഖ്യ തീരുമാനിക്കുന്ന പ്രസിഡന്റാണ് നമ്മൾ പറഞ്ഞു. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. സെയിം ആണ്, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റ് തന്നെയാണ്. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും സംസ്ഥാന ഗവർണറോടും കൂടിയാലോചിച്ചതിന് ശേഷമാണ് പ്രസിഡന്റ് ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സുപ്രീം കോടതിയിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. ആ കൊളീജിയം സിസ്റ്റമാണ്, അതായത് സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ജഡ്ജിമാർ തന്നെയാണ്, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സീനിയർ മോസ്റ്റ് ജഡ്ജിമാരാണ് ആരെ? നമ്മുടെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും ഹൈക്കോടതിയിലെ മറ്റ് ജഡ്ജിമാരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതിനൊക്കെ ഇവർ ഈ പറയുന്ന ജഡ്ജിമാർ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷേ സംസ്ഥാനത്തിന് ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനമാകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ പറയുന്ന സംസ്ഥാന ഗവർണറോടും കൂടെ പ്രസിഡന്റ് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും സംസ്ഥാന ഗവർണറോടും കൂടിയാലോചിച്ചതിന് ശേഷമാണ് പ്രസിഡന്റ് ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്. ഇനി ഹൈക്കോടതിയിലെ മറ്റ് ജഡ്ജിമാരുടെ കാര്യമാണെങ്കിൽ അവരെ നിയമിക്കുമ്പോൾ ആ പറയുന്ന ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസിനോട് കൂടെ കൂടിയാലോചിക്കേണ്ടത്. ഈ പറയുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും ഗവർണറോടും കൂടെ ആലോചിക്കേണ്ടത്, കൂടാതെ ആ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനും കൂടെ ആലോചിക്കേണ്ടതുണ്ട്. ആരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ? ഹൈക്കോടതിയിലെ മറ്റ് ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി യോഗ്യതകൾ നമ്മൾ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് വെച്ച് കമ്പയർ ചെയ്യുക. എന്താണ് ഹൈക്കോടതിയിലെ മാറ്റം എന്ന് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്ത്യൻ പൗരനായിരിക്കണം, അത് എല്ലായിടത്തും സെയിം ആണ്. പിന്നെ എന്താ വരുന്നത്? 2 കാര്യങ്ങളാണ് എക്സ്ട്രാ പറയുന്നത്. എന്താണ്? ഒന്നുകിൽ 10 വർഷം ഇന്ത്യയിൽ ഒരു ജുഡീഷ്യൽ പദവി വഹിച്ച വ്യക്തിയായിരിക്കണം. 10 വർഷം ഇന്ത്യയിൽ ഒരു ജുഡീഷ്യൽ പദവി വഹിച്ച വ്യക്തിയായിരിക്കണം. അതല്ലെങ്കിൽ എന്തായിരിക്കണം? 10 വർഷം ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരുന്ന വ്യക്തിയായിരിക്കണം. ഇതാണ് യോഗ്യതയായിട്ട് പറയുന്നത്. ഇനി ഒരു ഹൈക്കോടതി ജഡ്ജി ആകുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഭരണഘടനയിൽ പറയുന്നില്ല. അത് സുപ്രീം കോടതിയിൽ അങ്ങനെ തന്നെയാണ്, അത് പറയുന്നില്ല. പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത്? ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റുന്നത്. അതും ഒരിക്കലും അവർക്കൊരു പനിഷ്മെന്റ് എന്ന രീതിയിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയെയും സ്ഥലം മാറ്റാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമാണ് പ്രസിഡന്റ് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റുന്നത് മനസ്സിലാക്കുക. ഇനി നോക്കിക്കേ, ഇനി സാധാരണഗതിയിൽ, അതായത് നമ്മുടെ
ഈ പറഞ്ഞ രീതിയിൽ ദ്വീപുകൾ, അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള കുറച്ച് ഹൈക്കോടതികളുടെ കാര്യമാണ് ഞാനിവിടെ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ കൽക്കത്ത ഹൈക്കോടതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വെസ്റ്റ് ബംഗാൾ മാത്രമല്ല വരുന്നത്, ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ കൂടെ കൽക്കത്ത ഹൈക്കോടതിക്ക് കീഴിലാണ് വരുന്നത്. ഓക്കെ, ആസ്ഥാനം കൽക്കത്തയാണ്. അപ്പോൾ അത് ആ ഒരു ഇമ്പോർട്ടൻസ് വന്നതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ ഉൾപ്പെടുത്തിയത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബോംബെ ഹൈക്കോടതിയുടെ കീഴിൽ മഹാരാഷ്ട്ര മാത്രമല്ല വരുന്നത്, പകരം ഗോവ സംസ്ഥാനത്തിൽ സ്വന്തമായിട്ട് ഹൈക്കോടതി ഇല്ല, അത് ഏതാ ബോംബെ ഹൈക്കോടതിയുടെ കീഴിലാണ് വരുന്നത്. അതേപോലെ തന്നെ ദാമൻ ആൻഡ് ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലി എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്രഭരണ പ്രദേശം വരുന്നത് ബോംബെക്ക് കീഴിലാണ്, ബോംബെ ഹൈക്കോടതിക്ക് കീഴിലാണ്. ഇനി പോണ്ടിച്ചേരി വരുന്നത് എവിടെയാണ്? മദ്രാസ് ഹൈക്കോടതിക്ക് കീഴിലാണ്. ലഡാക്ക് വരുന്നത് ജമ്മു കാശ്മീർ ഹൈക്കോടതിക്ക് കീഴിലാണ്. ചണ്ഡീഗഡ് വരുന്നത് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിക്ക് കീഴിലാണ്. അപ്പോൾ പഞ്ചാബിനും ഹരിയാനയ്ക്കും ചണ്ഡീഗഡിനും കൂടെയായിട്ട് ഒറ്റ ഹൈക്കോടതിയുള്ളൂ. അതിൻ്റെ പേരാണ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി എന്ന് പറയുന്നത്. അത് ചണ്ഡീഗഡാണ് ആ സ്ഥാനം. പിന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ 4 സംസ്ഥാനങ്ങളായ അസം, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ഈ 4ത്തിനും കൂടെ ഒരൊറ്റ ഹൈക്കോടതിയുള്ളൂ. അതിൻ്റെ പേര് ഗുവാഹട്ടി ഹൈക്കോടതിയാണ്. ഗുവാഹട്ടി ആസാമിലാണ്. ഗുവാഹട്ടിയാണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗുവാഹട്ടി ഹൈക്കോടതിൻ്റെ കീഴിൽ വരുന്നതാണ് അസം, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലക്ഷദ്വീപ് വരുന്ന നമ്മുടെ കേരള ഹൈക്കോടതി കീഴിലാണ്. നമ്മുടെ ഹൈക്കോടതി എവിടെയാണ്? എറണാകുളം, നിങ്ങൾക്കറിയാം. പിന്നെ ഈ പറയുന്ന ഡൽഹി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന് ഒറ്റയ്ക്ക് ഒരു ഹൈക്കോടതി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊടുത്തത്. അപ്പോൾ ഡൽഹി ഹൈക്കോടതിക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? ഡൽഹി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന് സ്വന്തമായിട്ടൊരു ഹൈക്കോടതി ഉണ്ട്, അതായതാണ് ഡൽഹി ഹൈക്കോടതിയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന സിക്കിം, മണിപ്പൂർ, മേഘാലയ, ത്രിപുര ഇവർക്കൊക്കെ എന്താണ് സ്വന്തമായിട്ട് ഹൈക്കോടതി ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ 4 ഒരുമിച്ച് നമ്മൾ പറഞ്ഞു, ഒരൊറ്റന്നേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്നതിന് മണിപ്പൂരിനും മേഘാലയയ്ക്കും ത്രിപുരയ്ക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് സ്വന്തമായിട്ട് ഹൈക്കോടതി ഉണ്ട്. സിക്കിമിന് സ്വന്തമായിട്ട് ഹൈക്കോടതി ഉണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് വന്നത് ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, ഏറ്റവും ലാസ്റ്റായിട്ട്, അതായത് ഇന്ത്യയിൽ മൊത്തം 25 ഹൈക്കോടതികളാണുള്ളത്. അതിൽ 25ാമത്തെ ഹൈക്കോടതിയായിട്ട് നിലവിൽ വന്നത് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അമരാവതിയാണ്. ഓക്കെ, ഇനി പ്രതിജ്ഞ. ഗവർണർ മുമ്പാകെ അല്ലെങ്കിൽ ഗവർണർ നിയമിക്കുന്ന മറ്റൊരാൾക്ക് മുമ്പാകെയാണ് ഹൈക്കോടതിയിലെ ജഡ്ജിമാർ എന്ത് ചെയ്യേണ്ടത്? സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടുന്ന വ്യക്തി സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ആർക്ക് മുമ്പിലാണ്? ഗവർണർക്ക്, സംസ്ഥാനത്തെ ഗവർണർക്ക് മുമ്പാകെയാണ്, അല്ലെങ്കിൽ ഗവർണർ നിയമിക്കുന്ന മറ്റൊരാൾക്ക് മുമ്പാകെയാണ്. ഇനി ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം, അലവൻസി പറയുന്ന കാര്യങ്ങളൊക്കെ പാർലമെന്റ് തന്നെയാണ് നിയമം വഴി നിശ്ചയിക്കുന്നത്. ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം എന്ന് 2.5 ലക്ഷം രൂപയാണ്. മറ്റ് ജഡ്ജിമാരുടെ 2.25 ലക്ഷം രൂപയാണ്. ഇനി കാലാവധി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ വയസ്സ്, റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് 65 വയസ്സാണെങ്കിൽ ഹൈക്കോടതിയിൽ എത്രയാണ്? 62 വയസ്സാണ്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരുടെ റിട്ടയർമെൻറ്റ് പ്രായം എന്ന് പറയുന്നത് 62 വയസ്സാണ്. പിന്നെ പ്രസിഡന്റിനാണ് ഇവർ രാജി സമർപ്പിക്കുന്നത്. സെയിമാണ്, സുപ്രീം കോടതിയെ പോലെ സെയിമാണ്, പ്രസിഡന്റിനാണ് രാജി സമർപ്പിക്കേണ്ടത്. ഇനി എങ്ങനെയാണ് പുറത്താക്കേണ്ടത്? സെയിമാണ്. എങ്ങനെയാണോ സുപ്രീം കോടതിയിലെ ജഡ്ജിയെ പുറത്താക്കേണ്ടത് അതുപോലെ തന്നെയാണ് ഹൈക്കോടതിയിലെ ജഡ്ജിയെയും പുറത്താക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രസിഡന്റ് പുറത്താക്കും, പാർലമെന്റ് ശുപാർശ ചെയ്യുമ്പോൾ പ്രസിഡന്റ് പുറത്താക്കും. അപ്പോൾ ആരാണ് പുറത്താക്കുന്നത് വെച്ചാൽ പ്രസിഡന്റാണ് പുറത്താക്കുന്നത്. ഇനി സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടുമ്പോഴോ മറ്റേതെങ്കിലും ഹൈക്കോടതികളിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുമ്പോഴോ അദ്ദേഹം തൻ്റെ ഓഫീസ് ഒഴിയുന്നു. ഓക്കെ, അപ്പോൾ ആ രീതിയിലും കാലാവധി, അതായത് ഇപ്പോൾ ഒരു ഹൈക്കോടതിയിലെ ജഡ്ജിനെ വേറൊരു ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ അപ്പോൾ അയാളുടെ കസേര അവിടെ ഒഴിഞ്ഞെടുക്കുന്നു. അതേപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് അയാൾക്ക് പ്രൊമോഷൻ ലഭിക്കുമ്പോഴും ആ ഹൈക്കോടതിയിലെ ആ ഒരു വേക്കൻസി അവിടെ വരുന്നു. ഇനി നീക്കം ചെയ്യുന്ന നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയെ ആ സ്ഥാനത്ത് നീക്കം ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? സുപ്രീം കോടതിയിലെ ജഡ്ജിയെ നീക്കുന്ന അതേ രീതിയിലാണ് ഒരു ഹൈക്കോടതിയിലെയും ജഡ്ജിയെ നീക്കുന്നത്. അതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതുപോലെ തന്നെ CAG, ഇവരൊക്കെ സുപ്രീം കോടതിയിലെ ജഡ്ജിയെ നീക്കം ചെയ്യുന്നത് പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന രീതി നമ്മൾ പറഞ്ഞു. ഏതാണ്? പ്രത്യേക ഭൂരിപക്ഷത്തിലാണ്. ലോകസഭയിലാണെങ്കിൽ 100 ആൾക്കാർ, രാജ്യസഭയിലാണെങ്കിൽ 50 ആൾക്കാർ ഒപ്പിട്ട പ്രമേയം അവതരിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 3 അംഗ സമിതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതൊക്കെ ഇവിടെ സെയിം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും സുപ്രീം കോടതി ജഡ്ജി, ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, CAG, ഹൈക്കോടതി ജഡ്ജി, ഈ കാര്യത്തിലൊക്കെ സെയിമാണ്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സഭയും, ലോകസഭയും രാജ്യസഭയും എന്ത് ചെയ്യണം? പ്രത്യേക ഭൂരിപക്ഷത്തിൽ. ആ പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 368 കീഴിൽ വരുന്ന പ്രത്യേക ഭൂരിപക്ഷമാണ്. അത് എടുത്തു പറയാൻ കാരണം ഒരു 4-5 ടൈപ്പ് പ്രത്യേക ഭൂരിപക്ഷങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇതിൻ്റെ കീഴിൽ വരുന്നതാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേക ഭൂരിപക്ഷത്തിലാണ് പ്രമേയം 2 സഭകളും പാസ്സാക്കേണ്ടത്. അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർലമെൻറ്റ് എന്ത് ചെയ്യും? രാഷ്ട്രപതിക്ക് എഴുതി അറിയിക്കും ഇദ്ദേഹത്തെ പുറത്താക്കിക്കൊള്ളാൻ. അങ്ങനെ രാഷ്ട്രപതി തൻ്റെ ഉത്തരവിലൂടെ അദ്ദേഹത്തെ പുറത്താക്കും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഹൈക്കോടതിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിയമന രീതി നമ്മൾ പറഞ്ഞു. ജഡ്ജിമാർ തന്നെയാണ് ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അവിടെ വേറെ ആരും കൈയടത്തുന്നില്ല. അപ്പോൾ നിയമന രീതി എന്ന് പറയുന്നത് അവിടെ സ്വാതന്ത്ര്യം കാണുന്നുണ്ട്.
പിന്നെ കാലാവധിയുടെ സുരക്ഷ, ഭരണഘടനയിൽ പറയുന്ന പ്രത്യേക ഭൂരിപക്ഷത്തിൽ മാത്രമേ ഇദ്ദേഹത്തെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് കാലാവധിക്ക് സുരക്ഷയുണ്ട്. പിന്നെ സേവന വ്യവസ്ഥകൾ നമ്മൾ നേരത്തെ പറഞ്ഞു, സുപ്രീം കോടതിയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ജഡ്ജിയെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അയാൾക്ക് പ്രതികൂലമായ രീതിയിൽ അയാളുടെ ശമ്പളമൊന്നും താഴോട്ട് പോകാൻ പാടില്ല, എപ്പോഴും മുകളിലോട്ടേ അത് പോയിക്കൊണ്ടിരിക്കുള്ളൂ. പിന്നെ അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമേ അത് ഒരു പ്രതികൂലമായ രീതിയിൽ താഴേക്ക് പോകത്തുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു കൺസോളിഡേറ്റഡ് ഫണ്ട്. ഇനി ഒരു ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം, ഹൈക്കോടതിയിലെ ജീവനക്കാരുടെ ശമ്പളം, ഹൈക്കോടതിയുടെ എല്ലാ ഭരണപരമായ ചെലവുകളും സംസ്ഥാനത്തിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഈടാക്കണം. നമ്മൾ സുപ്രീം കോടതിയുടെ കാര്യം പറഞ്ഞപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഈടാക്കുന്നത് പറഞ്ഞു. പക്ഷേ ഇവിടെയാണെങ്കിൽ അത് സംസ്ഥാനത്തിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നായതുകൊണ്ട് തന്നെ സംസ്ഥാന നിയമസഭയുടെ അനുമതിയുടെ ആവശ്യമില്ല. അതെന്താണെന്ന് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ ഇവിടെ എടുത്തും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അപ്പോൾ ശമ്പളവും അലവൻസുകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് സംസ്ഥാനത്തിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നതെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ പെൻഷൻ കൊടുക്കുന്നത് ഇതിൽ നിന്നല്ല, പകരം എവിടെ നിന്നാണ്? ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ശമ്പളം അലവൻസുകളും മറ്റു കാര്യങ്ങളൊക്കെ സംസ്ഥാനത്തിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി തീർന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ, അതായത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൻഷൻ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് തൻ്റെ പെൻഷൻ ലഭിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്, അല്ലാതെ എവിടെ നിന്നല്ല? സംസ്ഥാനത്തിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നല്ല എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ ജഡ്ജിമാരുടെ പെരുമാറ്റം ചർച്ച ചെയ്യാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞു ഒരു ജഡ്ജിയുടെ ആക്ഷൻസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും ഒരു പാർലമെൻറ്റിലോ ഒരു സംസ്ഥാന നിയമസഭയിലോ ഒന്നും ചർച്ച ചെയ്യാൻ കഴിയില്ല. നമ്മൾ സുപ്രീം കോടതിയിലെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും. അതുപോലെ തന്നെ അവഹേളനത്തിനുള്ള ശിക്ഷ, കോടതി അലക്ഷ്യത്തിന് ഒരു ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു വ്യക്തിയെയും ശിക്ഷിക്കാൻ കഴിയുമെന്ന് കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. പിന്നെ അതിൻ്റെ അധികാരപരിധി ഒരിക്കലും വെട്ടിക്കുറയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്നതൊക്കെയാണ് അധികാരപരിധി എന്ന് പറഞ്ഞത്. അപ്പോൾ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു എത്രയാണോ ഉള്ളത് ആ ഒരു അധികാരപരിധി ഒരു കാരണവശാലും പാർലമെൻറ്റിനോ സംസ്ഥാന നിയമസഭയ്ക്കോ ഒന്നും വെട്ടിക്കുറയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഭരണഘടനയിൽ പറഞ്ഞ അതേ അധികാരപരിധി എപ്പോഴും ഹൈക്കോടതിക്ക് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. അതൊരു കാരണവശാലും പാർലമെൻറ്റിന് വെട്ടിക്കുറയ്ക്കാൻ സാധിക്കില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ഭരണഘടനയിൽ വ്യക്തമാക്കിയിരിക്കുന്നിടത്തോളം അവ രണ്ടും വെട്ടിക്കുറയ്ക്കാൻ പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭയ്ക്കും കഴിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സംസ്ഥാനത്തെ പരമോന്നത അപ്പീൽ കോടതിയാണ് ഹൈക്കോടതി എന്ന് പറഞ്ഞപ്പോൾ കീഴ്ക്കോടതിയിൽ നിന്നും ജില്ലാ കോടതിയിൽ നിന്നും വരുന്ന അപ്പീലുകളാണ് എവിടേക്ക് പോകുന്നത്? നമ്മുടെ സംസ്ഥാനത്തെ പരമോന്നത അപ്പീൽ കോടതിയായ ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ സംസ്ഥാനത്തെ പരമോന്നത അപ്പീൽ കോടതിയാണ് ഹൈക്കോടതി. രാജ്യത്തെ പരമോന്നത അപ്പീൽ കോടതി സുപ്രീം കോടതിയാണ് നമ്മൾ പഠിച്ചു. ഇനി പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ്. കാരണം നമുക്ക് മൗലികാവകാശങ്ങളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതുപോലെ ആരെയും സമീപിക്കാൻ സാധിക്കും? ഹൈക്കോടതിയെയും സമീപിക്കാൻ സാധിക്കും. അതുകൊണ്ട് പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കുമുണ്ട്. അതായത് സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ കഴിയും. അതായത് എഴുതി വെച്ച ഓരോ ആർട്ടിക്കിൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയുന്നത് പോലെ തന്നെ ആർക്കും കഴിയും? ഹൈക്കോടതിക്കും അത്തരം രീതിയിൽ ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം ഹൈക്കോടതിയിലുമുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ പഠിച്ചു യഥാർത്ഥ അധികാരപരിധി, സുപ്രീം കോടതിയുടെ യഥാർത്ഥ അധികാരപരിധി അഥവാ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെഡറൽ യൂണിറ്റുകളായ കേന്ദ്രവും സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളൊക്കെ തമ്മിലുണ്ടായ തർക്കങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു ഒറിജിനൽ അധികാരപരിധിയാണ് ആർക്കുള്ളത്? സുപ്രീം കോടതിക്കുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഹൈക്കോടതിയുടെ കാര്യത്തിൽ വരുമ്പോൾ ഈ ഹൈക്കോടതിക്ക്, അതായത് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ആദ്യമായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഹൈക്കോടതിയെയാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവയിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രസിഡന്റിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ നേരിട്ട് എവിടെയാണ് പോകുന്നത്? സുപ്രീം കോടതിയിലാണ് പോകുന്നത്. പക്ഷേ ഒരു പാർലമെൻറ്റിലെ അംഗത്തിൻ്റെ ഇലക്ഷൻ്റെ തർക്കങ്ങൾ, ഒരു സംസ്ഥാന നിയമസഭയിലെ അംഗത്തിൻ്റെ ഇലക്ഷന് തർക്കങ്ങൾ, ഇതൊക്കെ എവിടെയാണ് നേരിട്ട് പോകുന്നത്? ഹൈക്കോടതിയിലാണ് നേരിട്ട് പോകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ യഥാർത്ഥ അധികാരപരിധി ആർക്കാണുള്ളത്? ഹൈക്കോടതിക്കാണുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ അധികാരപരിധി, യഥാർത്ഥ അധികാരപരിധി ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുമുണ്ട്, ഹൈക്കോടതിക്കുമുണ്ട്. അത് സെയിമാണ്. ഓക്കെ, ഇനി അഡ്മിറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കടലിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പോൾ മുന്നേ ഒരു കേസുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, കപ്പലിൽ വെടിവെപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ, അതൊക്കെ ഏതാണ്? നേരിട്ട് വരുന്ന അത്തരം തർക്കങ്ങളൊക്കെ, ഈ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലൊക്കെ ഉണ്ടാകുന്ന അത്തരം തർക്കങ്ങളൊക്കെ നേരിട്ട് പോകുന്നത് ഹൈക്കോടതിയിലേക്കാണ്, സുപ്രീം കോടതിയിലേക്കല്ല. അതുപോലെ തന്നെ വിൽപത്രം, വിവാഹം, വിവാഹമോചനം, കമ്പനി നിയമങ്ങൾ, കോടതി അലക്ഷ്യം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ യഥാർത്ഥ അധികാരപരിധി ഹൈക്കോടതിക്കാണുള്ളത്. അതേപോലെ റവന്യൂ കാര്യത്തെക്കുറിച്ചുള്ള അധികാരപരിധിയൊക്കെ നമ്മുടെ ഹൈക്കോടതിക്കാണുള്ളത്. ഈ റിട്ട് അധികാരപരിധി നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226
ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയുടെ അധികാരപരിധിയെക്കുറിച്ച് പറയുന്നത്, റിട്ട് അധികാര പരിധിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ മൗലികാവകാശങ്ങൾ നടപ്പാക്കുന്നതിനും മറ്റ് കാര്യങ്ങളിലേക്കും റിട്ട് പുറപ്പെടുവിക്കാൻ ആർക്ക് അധികാരം നൽകുന്നുണ്ട്? ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. സുപ്രീം കോടതിക്ക് അത് മൗലികാവകാശങ്ങളുടെ കാര്യത്തിൽ മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത്. ആർട്ടിക്കിൾ 32 പറയുന്നത്. ഹൈക്കോടതിയുടെ കാര്യം 226 മൗലിക അവകാശങ്ങളുടെ കാര്യത്തിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലും റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 226 ഈ ഹൈക്കോടതിയുടെ റിട്ട് അധികാര പരിധിയാണ് സുപ്രീം കോടതിയേക്കാൾ വിശാലമായിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈക്കോടതിയുടെ റിട്ട് അധികാര പരിധിയാണ് സുപ്രീം കോടതിയുടെ റിട്ട് അധികാര പരിധിയേക്കാൾ വിശാലമായിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അപ്പീൽ അധികാരപരിധി എന്താണ്? അതിൻ്റെ അധികാരപരിധിയിൽ പ്രവർത്തിക്കുന്ന കീഴ്ക്കോടതികളുടെ വിധികൾക്കെതിരെ ഹൈക്കോടതി അപ്പീലുകൾ കേൾക്കുന്നു. അതുപോലെ തന്നെ ട്രൈബ്യൂണലുകളുടെ തീരുമാനങ്ങൾക്കെതിരെ ആദ്യം ഹൈക്കോടതികളിലേക്ക് പോകാതെ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഇനി മേൽനോട്ട അധികാരപരിധി. ഒരു ഹൈക്കോടതിക്ക് അതിൻ്റെ പ്രാദേശിക അധികാരപരിധിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കോടതികളുടെയും ട്രൈബ്യൂണലുകളുടെയും മേൽനോട്ടത്തിനുള്ള അധികാരമുണ്ട്. അതായത് സൈനിക കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ്? നേരിട്ട് സുപ്രീം കോടതി. സൈനിക ട്രൈബ്യൂണലുകളുമായി ബന്ധപ്പെട്ട സൈനിക കോടതി, സൈനിക ട്രൈബ്യൂണൽ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരിട്ട് സുപ്രീം കോടതിയിലാണ് പോവുക. അപ്പോൾ അതൊഴിച്ചുള്ള ബാക്കി ട്രൈബ്യൂണലുകളുടെ കാര്യങ്ങളും എല്ലാ കോടതികളുടെയും, അതായത് ഒരു സംസ്ഥാനത്ത് ഹൈക്കോടതിക്ക് കീഴിലുള്ള എല്ലാ ഹൈക്കോടതികളുടെയും എല്ലാ ട്രൈബ്യൂണലുകളുടെയും, അപ്പോൾ ഇതൊഴിച്ചുള്ള ട്രൈബ്യൂണലുകളുടെയും കാര്യങ്ങളൊക്കെ മേൽനോട്ടം എവിടെയാണുള്ളത്? അധികാരമുള്ളത് ഹൈക്കോടതിയിലാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. ഹൈക്കോടതി ജഡ്ജി ആകുന്ന ആദ്യത്തെ വനിത അന്ന ചാണ്ടിയാണ്. അവർ കേരള ഹൈക്കോടതിയിലാണ് ആദ്യമായിട്ട് ജഡ്ജി ആയത്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജി ആകുന്ന ആദ്യ വനിത എന്ന് പറയുന്നത് അന്ന ചാണ്ടിയാണ്. അന്ന ചാണ്ടിയുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു ജേണലാണ് ശ്രീമതി. ഓക്കെ, ശ്രീമതി എന്ന് പറയുന്ന ജേണൽ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മലയാള ഭാഷയിലെ ആദ്യത്തെ വനിതാ മാഗസീനാണ്. ഓക്കെ, മലയാള ഭാഷയിലുള്ള ആദ്യത്തെ വനിതാ മാഗസീനാണ് ശ്രീമതി എന്ന് പറയുന്നത്. ഈ ജേണൽ ആരംഭിച്ചത് അന്ന ചാണ്ടി ആയിരുന്നു. ഇവരാണ് ഹൈക്കോടതി ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിത. ഇനി ഇന്ത്യയിലെ ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിത ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ലീല സേത്താണ്. ഈ പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയിലായിരുന്നു ഇവിടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആയത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ആകെ 25 ഹൈക്കോടതികളുണ്ട്. അതിൽ 25ാമത്തെ ഹൈക്കോടതി നിലയിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലാണ്. 2019 ജനുവരി 1 അത് ആരംഭിച്ചത്. അമരാവതിയാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി ഏതാണ്? കൊൽക്കത്ത ഹൈക്കോടതിയാണ്. നമ്മൾ പഠിച്ചതാണ്. കൊൽക്കത്ത ഹൈക്കോടതി എന്നാണ് ഉണ്ടായത് നമ്മൾ പഠിച്ചു. അതേപോലെ അലഹാബാദ് ഹൈക്കോടതിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അലഹാബാദ് ഹൈക്കോടതിയാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത്. ഓക്കെ, ഇനി കേരള ഹൈക്കോടതിയെക്കുറിച്ച് പറയുമ്പോൾ കേരള ഹൈക്കോടതി എന്ന് പറയുന്നത് നിലവിൽ വരുന്നത് എന്നാണ് നോക്കിയേ. കേരള ഹൈക്കോടതി 1956 നവംബർ 1 നിലവിൽ വരുന്നത്. കേരള ഹൈക്കോടതി കീഴിലുള്ള ജില്ലകൾ 15ആണ്. അതായത് 14 ജില്ലകൾ കേരളത്തിലുണ്ടെങ്കിൽ ഒരെണ്ണം ലക്ഷദ്വീപാണ്. അങ്ങനെയാണ് 15 ആവുന്നത്. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് 38ാമത്തെ ആളാണ്. ജസ്റ്റിസ് AJ ദേശായി ആണ് ഇപ്പോൾ നിലവിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 37ാമത്തെ ആളായിരുന്നത് ജസ്റ്റിസ് SV ഭാട്ടി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഇനി നിലവിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 32 ജഡ്ജിമാരാണ് ഇപ്പോൾ നമ്മുടെ കേരള ഹൈക്കോടതിയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 32 പെർമനൻ്റ് ജഡ്ജസ് ആണ് കേട്ടോ ഉള്ളത്. അതായത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 32 സ്ഥിരം ജഡ്ജിമാരാണ് എവിടെയുള്ളത്? നമ്മുടെ ഹൈക്കോടതിയിലുള്ളത്. കൂടാതെ 9 അഡീഷണൽ ജഡ്ജിമാരും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 41 ജഡ്ജിമാരെ കാണാൻ പറ്റും. അതിൽ 32 പെർമനൻറ്റ് ജഡ്ജസും 9 അഡീഷണൽ ജഡ്ജസുമാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കേരള ഹൈക്കോടതിയിലുള്ളത്. അപ്പോൾ നിലവിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 32 സ്ഥിരം ജഡ്ജിമാർ ഇപ്പോൾ കേരള ഹൈക്കോടതിയിലുണ്ട്. 9 പേര് അഡീഷണൽ ജഡ്ജിമാരാണ്. ഇനി കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്നറിയപ്പെടുന്നത് KT കോശിയാണ്. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്ന ചാണ്ടിയാണ്, നമ്മൾ പഠിച്ചു. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ആദ്യത്തെ വനിത സുജാത വി മനോഹറാണ്. ഇവരെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത സുജാത വി മനോഹറാണ്. രണ്ടാമത്തെ വനിതയായത് ചീഫ് ജസ്റ്റിസ് ആയത് KK ഉഷയാണ്. മൂന്നാമത്തെ വനിത ചീഫ് ജസ്റ്റിസ് ആയത് മഞ്ജുള ചെല്ലൂരാണ്. അങ്ങനെയാണെങ്കിൽ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത ആരാന്ന് ചോദിച്ചാൽ KK ഉഷയാണ്. രണ്ടാമത്തെ വ്യക്തിയായ KK ഉഷയാണ്. കേരള ഹൈക്കോടതിയിൽ നിന്നും രാജിവെച്ച ആദ്യത്തെ ജഡ്ജി V ഗിരിയാണ്. അതേപോലെ തന്നെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൻ്റെ ചാൻസലർ ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ അടുത്ത നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഓരോ സംസ്ഥാനത്തെയും ഹൈക്കോടതിക്ക് കീഴിൽ വരുന്ന കീഴ്ക്കോടതികളെ കുറിച്ചാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. കീഴ്ക്കോടതികൾ. അപ്പോൾ ഹൈക്കോടതിക്ക് കീഴിൽ ഇതുപോലെയാണ്. ഈ ചാർട്ട് ഒന്ന് നോക്കിക്കേ, നിങ്ങളുടെ എല്ലാ ഉത്തരവും ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഹൈക്കോടതിക്ക് കീഴിൽ എന്ത് വരുന്നു? ഒരു ജില്ലാ കോടതി, ജില്ലാ ആൻഡ് സെഷൻസ് കോടതി എന്നാണ് ഇത് മുഴുവൻ പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ ജില്ലാ കോടതി എന്നറിയപ്പെടുന്നത് ശരിക്കും സിവിൽ കേസുകൾ ബന്ധപ്പെട്ടാണ് ജില്ലാ കോടതി എന്നറിയപ്പെടുന്നത്. സെഷൻസ് കോർട്ട്, അതായത് ഡിസ്ട്രിക്ട് ജില്ലാ കോടതി എന്ന് പറയുന്നു, സെഷൻ കോടതി എന്ന് പറയുന്നത് ഒരേ കോടതി തന്നെയാണ്. അവർ സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ജില്ലാ കോടതി എന്നറിയപ്പെടുന്നു. അതേപോലെ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സെഷൻസ് കോടതി എന്നറിയപ്പെടുന്നു. ആ രീതിയിലാണ്. ഇനി ജില്ലാ കോടതിയുടെ കീഴിൽ സിവിൽ കേസുകൾ അറിയപ്പെടുന്ന, ജില്ലാ കോടതിക്ക് തൊട്ട് താഴെ സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന തൊട്ട് താഴത്തുള്ള കോടതിയാണ് സബോർഡിനേറ്റ് ജഡ്ജ് കോർട്ട് അഥവാ സബ് കോടതി എന്നറിയപ്പെടുന്നത്. ഈ സബ് കോടതിക്ക് കീഴിൽ വരുന്നതാണ് മുൻസിഫ് കോടതി. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ജില്ലയിലെ ഏറ്റവും താഴ്ന്ന കോടതി എന്ന് വെച്ചാൽ മുൻസിഫ് കോടതിയാണ്. ഇനി ക്രിമിനൽ സൈഡ് വരുമ്പോൾ സെഷൻസ് കോടതി, ഒരു ജില്ലയിലെ സെഷൻസ് കോടതിയാണ് ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ കോടതി. ഒരു ജില്ലയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? സെഷൻസ് കോടതിയാണ്. അതിൻ്റെ കീഴിൽ വരുന്ന കോടതിയാണ് CJM കോടതി അഥവാ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. അതിൻ്റെ താഴെ വരുന്നതാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്നൊക്കെ, അതാണ് വരുന്നത്. അപ്പോൾ ഒരു ജില്ലയിൽ ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും വലിയ കോടതി സെഷൻസ് കോടതിയാണെങ്കിൽ ഏറ്റവും ചെറിയ കോടതി ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞ എന്താണ്? ജില്ലാ കോടതി എന്ന് പറയുന്നത് ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ സബോർഡിനേറ്റ് കോടതി, സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി എന്നൊക്കെ പറയുന്നത് താലൂക്ക് തലത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നവയാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഹൈക്കോടതിയെ ഭാഗം 6ലാണ് ഹൈക്കോടതിയെക്കുറിച്ച് പറയുന്നത്. അതേ ഭാഗം 6ൽ തന്നെയാണ് ഈ കീഴ്ക്കോടതികളെക്കുറിച്ചും പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 233 മുതൽ 237 വരെയാണ് കീഴ്ക്കോടതികളെക്കുറിച്ച് പറയുന്നത്. ഈ ആർട്ടിക്കിളൊന്നും നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട. ഈ പറയുന്ന ആർട്ടിക്കിൾ, അതായത് ഈ എല്ലാം ഒന്നും ആലോചിച്ച് വെക്കേണ്ട, 233 ആലോചിച്ച് വെക്കുക. അതായത് ജില്ലാ ജഡ്ജിമാരുടെ നിയമനത്തെക്കുറിച്ച് പറയുന്നതാണ് 233. ഓക്കെ, അപ്പോൾ ജില്ലാ ജഡ്ജി എന്ന് പറയുന്നത് സിവിൽ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ജില്ലാ ജഡ്ജി എന്നറിയും. അതേ പുള്ളി ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ സെഷൻസ് ജഡ്ജി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 233 എന്താ പറയുന്നത്? ജില്ലാ ജഡ്ജിമാരുടെ നിയമനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഹൈക്കോടതിയുമായി കൂടിയാലോചിച്ചുകൊണ്ട് സംസ്ഥാന ഗവർണറാണ് ജില്ലാ ജഡ്ജിയെ നിയമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ നടത്തുന്നതൊക്കെ എങ്ങനെയാണ്? ഹൈക്കോടതിയുമായി കൂടിയാലോചിച്ചുകൊണ്ട് സംസ്ഥാന ഗവർണറാണ് നടത്തുന്നതെന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി എന്താണ് യോഗ്യതകൾ? ഒരു ജില്ലാ ജഡ്ജി ആവുന്നതിനുള്ള യോഗ്യതകൾ പറയുന്നത്, ആദ്യമേ ആ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സർവീസിലുള്ള ഒരാളാവാൻ പാടില്ല. അങ്ങനെയുള്ള ആൾക്ക് ആവാൻ സാധിക്കില്ല. പിന്നെ എന്ത് വേണം? 7 വർഷം അഭിഭാഷകനായിരിക്കണം. പിന്നെ നിയമനത്തിന് വേണ്ടി ഹൈക്കോടതി ശുപാർശ ചെയ്യണം. ഇത് മാത്രമാണ്. അപ്പോൾ 7 വർഷം അഭിഭാഷകനായിരിക്കണം എന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി ജില്ലാ ജഡ്ജി അല്ലാതെ താഴെ കിടക്കുന്ന ബാക്കി ജുഡീഷ്യൽ സർവീസിലേക്കുള്ള ജഡ്ജിമാരുടെ അല്ലെങ്കിൽ മജിസ്ട്രേറ്റുമാരുടെയൊക്കെ നിയമനത്തെക്കുറിച്ച് പറയുന്നതാണ് 234 എന്ന് പറയുന്നത്. അപ്പോൾ ജില്ലാ ജഡ്ജി ഒഴികെയുള്ളവരുടെ ജുഡീഷ്യൽ സർവീസിലേക്ക് നിയമനമാണ് പറയുന്നത്. ജില്ലാ ജഡ്ജിയുടെ 233 പറഞ്ഞു. ഇനി ജില്ലാ ജഡ്ജി അല്ലാത്ത ബാക്കി ആൾക്കാരുടെയാണ് 234 പറയുന്നത്. ഇവിടെ ഒരു ആളും കൂടെ എക്സ്ട്രാ കയറി വരുന്നുണ്ട്. ആരാണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരാൾ എക്സ്ട്രാ ഇവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഹൈക്കോടതിയുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഗവർണറാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എന്തുണ്ട്? PSCയും കൂടെ കയറി വരുന്നത്. അപ്പോൾ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായും ഹൈക്കോടതിയുമായും കൂടിയാലോചിച്ച ശേഷമാണ് ഗവർണർ ഒരു സംസ്ഥാനത്തിൻ്റെ ജുഡീഷ്യൽ സർവീസിലേക്കുള്ള വ്യക്തികളെ നിയമിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി ജില്ലയിലെ പരമോന്നത ജുഡീഷ്യൽ അധികാരിയാണ് ജില്ലാ ജഡ്ജി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സിവിൽ ക്രിമിനൽ വിഷയങ്ങളിൽ ഒറിജിനൽ അപ്പീൽ അധികാരപരിധി അദ്ദേഹത്തിനുണ്ട്. അതായത് ഈ സബോർഡിനേറ്റ് കോടതി, കീഴ്ക്കോടതിയിലെ എല്ലാ കേസുകളും നേരിട്ട്, അതായത് അപ്പീൽ വഴി എവിടെ എത്തുന്നത്? ജില്ലയിലെ പരമോന്നത ജുഡീഷ്യൽ അധികാരിയായ ജില്ലാ ജഡ്ജിക്ക് മുമ്പെയാണ് എത്തുന്നത്. ജില്ലാ ജഡ്ജി തന്നെയാണ് സെഷൻസ് ജഡ്ജിയും. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം ജില്ലാ ജഡ്ജിയായും ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സെഷൻസ് ജഡ്ജിയായും അറിയപ്പെടുന്നു. ഇനി ജുഡീഷ്യൽ അധികാരങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളും നിർവഹിക്കുന്നത് ജില്ലാ ജഡ്ജിയാണ്. അതായത് ഒരു ജില്ലയിലെ എല്ലാ ജുഡീഷ്യൽ അധികാരങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളും നിർവഹിക്കുന്നത് ജില്ലാ ജഡ്ജിയാണ്. ജില്ലയിലെ എല്ലാ കീഴ്ക്കോടതികളുടെയും മേൽനോട്ട അധികാരവും അദ്ദേഹത്തിനാണെന്ന് മനസ്സിലാക്കി വെക്കുക. ജില്ലാ ജഡ്ജിയുടെ ഉത്തരവുകൾക്കും വിധികൾക്കും എതിരായ അപ്പീലുകൾ ഹൈക്കോടതിയുടെ പരിധിയിലാണ് പോകുന്നത്. പിന്നെ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ അധികാരമുള്ള ജഡ്ജി ഏതാണെന്ന് വെച്ചാൽ അത് സെഷൻസ് ജഡ്ജിയാണ്. ഒരു സെഷൻസ് ജഡ്ജിക്കാണ്, അതായത് ചുരുക്കി പറഞ്ഞ ഒരു ജില്ലാ ജഡ്ജി ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം സെഷൻസ് ജഡ്ജി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒരു പ്രതിയെ ഒരാളെ തൂക്കിക്കൊല്ലാൻ അധികാരമുള്ള ജഡ്ജി ഏതാണെന്ന് വെച്ചാൽ സെഷൻസ് ജഡ്ജിയാണ്. അപ്പോൾ
ജീവപര്യന്തം തടവും വധശിക്ഷയും ഉൾപ്പെടെ ഏത് ശിക്ഷയും വിധിക്കാൻ സെഷൻസ് ജഡ്ജിക്ക് അധികാരമുണ്ട്. എന്നിരുന്നാലും അപ്പീൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം പാസ്സാക്കിയ വധശിക്ഷ ഹൈക്കോടതിയുടെ സ്ഥിരീകരണത്തിന് വിധേയമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു സെഷൻസ് ജഡ്ജി ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ അത് ചുമ്മാ അങ്ങ് തൂക്കിക്കൊല്ലൊന്നുമില്ല. അങ്ങനെ വിധിച്ചു കഴിഞ്ഞാൽ നേരിട്ട് അത് ഹൈക്കോടതിയിലേക്ക് പോകും. ഹൈക്കോടതി അത് സ്ഥിരീകരിച്ചാൽ മാത്രമേ ആ ശിക്ഷ പിന്നീട് നടപ്പാക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ, ഒരു വിധി വന്നു കഴിഞ്ഞാൽ, തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ട് ഹൈക്കോടതി എന്ത് ചെയ്യണം, അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്താൽ മാത്രമേ അത് എന്ത് വരുള്ളൂ, നിലവിൽ വരുള്ളൂ ആ പറയുന്ന വിധി. ജില്ലാ സെഷൻസ് കോടതിക്ക് താഴെയായി സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് സബോർഡിനേറ്റ് ജഡ്ജിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ജില്ലാ സെഷൻസ് കോടതിക്ക് താഴെയായിട്ട് സിവിൽ കേസുകൾ, ജില്ലാ കോടതിക്ക് താഴെയായി സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? സബോർഡിനേറ്റ് കോടതിയാണ്, അല്ലെങ്കിൽ സബ് കോടതിയാണ്. ആ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, സബ് കോടതിയാണ്. അതേപോലെ ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? CJM എന്നാണ് പറഞ്ഞു, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ശ്രേണിയിൽ ഏറ്റവും താഴെയുള്ള കോടതി മുൻസിഫ് കോടതിയാണ്. ശ്രേണിയിൽ ഏറ്റവും താഴെയുള്ള കോടതി ഏതാണ്? മുൻസിഫ് കോടതിയാണ് നമ്മൾ പറഞ്ഞു. അതായത് ഒരു ജില്ലയിൽ തന്നെ ഏറ്റവും താഴെയുള്ള കോടതി സിവിൽ കേസ് കൈകാര്യം ചെയ്യുന്ന മുൻസിഫ് കോടതിയാണ്. ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴെയുള്ളത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ്. അതേപോലെ തന്നെ സബോർഡിനേറ്റ് ജഡ്ജിക്ക് സിവിൽ കേസുകളിൽ പരിധിയില്ലാത്ത സാമ്പത്തിക അധികാര പരിധിയുണ്ട്. ഒരു സബ് ജഡ്ജിക്ക് സിവിൽ കേസുകളിൽ പരിധിയില്ലാത്ത സാമ്പത്തിക അധികാര പരിധിയുണ്ട്. മുൻസിഫ് കോടതിക്കാണെങ്കിൽ ഏറ്റവും താഴെയുള്ള കോടതി മുൻസിഫാണ്. അതുകൊണ്ട് തന്നെ പരിമിതമായ അധികാര പരിധിയെ സിവിൽ കേസുകളിലുള്ളൂ. കൂടാതെ തന്നെ ചെറിയ സാമ്പത്തിക പങ്കാളിത്തമുള്ള സിവിൽ കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ സെഷൻസ് ജഡ്ജിക്ക്, സെഷൻ കോടതിക്ക് താഴെയുള്ള കോടതിയാണ് ഇത് ക്രിമിനൽ കേസ് ചെയ്യുന്നതിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. അപ്പോൾ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കേസുകളാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തീരുമാനിക്കുന്നത്. ഇനി അതിന് താഴെയുള്ള നമ്മളെ മജിസ്ട്രേറ്റ് കോടതികൾ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കേസുകളാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന സുപ്രീം കോടതി, ഹൈക്കോടതി, കീഴ്ക്കോടതികളിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമുക്ക് നോക്കാം. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? അപ്പോൾ ഏതാണ് ശരിയാണ് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പം എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? കീഴ്ക്കോടതിക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രോഹിബിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രോഹിബിഷന്, സെർഷ്യോററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു? മൗലിക അവകാശങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ അത്ര റിട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഏതാണ് ഈ പറയുന്ന 3 എണ്ണം ശരിയാണ് അല്ലേ? എല്ലാം ശരിയെന്നാണ് ഉത്തരം. അപ്പോൾ നമുക്ക് നോക്കാം. കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രോഹിബിഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഒന്നുകൂടെ പറയാം. പ്രോഹിബിഷൻ, സെർഷ്യോററി, അപ്പോൾ ഈ രണ്ടും ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് അത് ഒരുമിച്ചൊന്ന് പറയാം. അതായത് പ്രോഹിബിഷനും സെർഷ്യോററി എന്ന് പറയുന്നത് ഒരു ഉയർന്ന കോടതി ഒരു കീഴ്ക്കോടതിക്ക് മേലെ അല്ലെങ്കിൽ ഒരു കീഴ്ക്കോടതിക്ക് നേരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു ഉയർന്ന കോടതി കീഴ്ക്കോടതിക്ക് നേരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്ത് പറയുന്നത്? പ്രോഹിബിഷൻ, സെർഷ്യോററി എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അത് തന്നെ നമുക്ക് ഉത്തരം കിട്ടി. കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രോഹിബിഷൻ. ഫസ്റ്റ് തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ഇനി അതെന്താണെന്ന് കൂടെ ഒന്ന് പറയാം ഞാൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ എന്തിനാണിത് ഒരു ഉയർന്ന കോടതി കീഴ്ക്കോടതിക്ക് നേരെ ഇത് റിട്ട് പുറപ്പെടുവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കീഴ്ക്കോടതി അവരുടെ അധികാര പരിധി ലംഘിച്ചു എന്ന് മേൽക്കോടതിക്ക് തോന്നുന്ന സമയത്താണ് ഇത്തരം റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കീഴ്ക്കോടതിയുടെ അധികാരപരിധി ലംഘിച്ചുകൊണ്ട് അവിടെ അധികാരപരിധിക്ക് പുറത്തുള്ള ഒരു കാര്യം കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ഉയർന്ന കോടതി കീഴ്ക്കോടതിക്ക് നേരെ ഈ പറയുന്ന റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഇനി എന്താണ് ഇതിൽ തമ്മിലെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കീഴ്ക്കോടതി ആ പറയുന്ന ഒരു കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കേസ് എന്ന് പറയുന്നത് അവരുടെ അധികാരപരിധിക്ക് പുറത്താണ്. പക്ഷേ എന്നാലും ആ കേസ് അവർ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഉയർന്ന കോടതി വരുമ്പോൾ ഹൈക്കോടതി പറയുകയാണ്, നിങ്ങൾ നിർത്തിക്കോ, പരിപാടി നിർത്തിക്കോ, എന്നിട്ട് ആ കേസ് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തോ എന്ന് പറയുന്നതാണ് ഏത് പറയുന്നത്? പ്രോഹിബിഷൻ. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് പ്രോഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ഇത്രേ ഉള്ളൂ, വിലക്കാണ്. അതായത് അവരൊരു കേസ് കൈകാര്യം ചെയ്യുന്നത് വിലക്കുന്നതാണ് അതായത് ഒരു കീഴ്ക്കോടതി ഒരു കേസ് കൈകാര്യം ചെയ്യുന്നത് വിലക്കുന്നതാണ് പ്രോഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞത്രേ. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ഒരു ആശയമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്, ഏത് പ്രോഹിബിഷനിൽ പ്രതിഫലിക്കുന്നത്.
ഓക്കെ, ഇതെന്താണ്? വിധി പുറപ്പെടുവിക്കുന്നതിന് മുന്നെയാണ്. അപ്പോൾ പ്രോഹിബിഷൻ എന്ന് പറയുന്നത് കീഴ്ക്കോടതി ആ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. വിധി പുറപ്പെടുവിച്ചിട്ടില്ല. വിധി പുറപ്പെടുവിക്കുന്നതിന് മുന്നേ അത് വിലക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന പ്രോഹിബിഷൻ എന്ന് പറയുന്നത്. ഇനി സെർഷ്യോററി എന്ന് പറയുന്നത്, സെർഷ്യോററി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കേസ് ആ കീഴ്ക്കോടതി കേസ് പരിഗണിക്കുകയും ചെയ്തു, വിധി പ്രസ്താവിക്കുകയും ചെയ്തു. അതായത് അധികാരപരിധിക്ക് പുറത്തുള്ള ഒരു കേസ് പരിഗണിച്ചുകൊണ്ട് കീഴ്ക്കോടതി വിധി പറയുകയും ചെയ്തു. വിധി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വിധി പറഞ്ഞ കേസിലാണ്, വിധി പറഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മേൽക്കോടതി ഈ കീഴ്ക്കോടതിക്ക് ഒരു റിട്ട് പുറപ്പെടുവിക്കുന്നതെങ്കിൽ അതിനാണ് നമ്മൾ പറയുന്നത് സെർഷ്യോററി എന്ന് പറയും. അപ്പോൾ എത്രയേ ഉള്ളൂ? അതായത് അധികാരപരിധിക്ക് പുറത്തുള്ള ഒരു കേസിൽ ഒരു കീഴ്ക്കോടതി വിധി പ്രസ്താവിക്കുമ്പോൾ ആ വിധി ക്വാഷ് ചെയ്ത് കളയുന്നതാണ്. അതായത് ആ വിധി ഇല്ലാതാക്കി കളയുന്നതാണ് എന്തെന്ന് പറയുന്നത്? സെർഷ്യോററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നെന്ന് പറയും. പ്രോഹിബിഷൻ എന്ന് പറയുന്നത് വിധി പ്രസ്താവിക്കുന്നതിന് മുന്നെയാണ്. സെർഷ്യോററി എന്ന് പറഞ്ഞാൽ വിധി പ്രസ്താവിച്ച് കഴിഞ്ഞതിന് ശേഷം ആ വിധി ക്വാഷ് ചെയ്യുന്നതിനെയാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് അടുത്ത ഇതിൽ ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? മാൻഡമസ് ആണ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. മാൻഡമസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൽപ്പിക്കുക എന്നാണ്. അതായത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. മാൻഡമസ് എന്ന് പറഞ്ഞാൽ ഐ കമാൻഡ് എന്നാണ്. അത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ മാൻഡമസ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു പൊതു അധികാരി, അതായത് ഒരു പബ്ലിക് ഓഫീസിലിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിക്കാരൻ അയാളുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ അയാളെ കൊണ്ട് അയാളുടെ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി കോടതി ഇറക്കുന്ന റിട്ടാണ്, ഉത്തരവാണ് എന്ത് പറയുന്നത്? മാൻഡമസ് എന്ന് പറയും. അപ്പോൾ ഒരു പൊതു അധികാരിയോട് അയാൾ തൻ്റെ കർത്തവ്യം ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് അത് ചെയ്യാനായി കോടതി കൽപ്പിക്കുന്നതാണ് എന്ത്? മാൻഡമസ് എന്ന് പറയുന്നത്. അപ്പോൾ മാൻഡമസിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ കൽപ്പിക്കുന്നു. കമാൻഡ്, മാൻഡമസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കമാൻഡ്. അപ്പോൾ അതാണ് കൽപ്പിക്കുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഉദാഹരണം പറയുകയാണ്, പല കേസുകളിലും സംഭവിക്കാറുള്ളതാണ്. പോലീസ് ഒരു കേസുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്യാതിരിക്കുമ്പോൾ സുപ്രീം കോടതി പറയുകയാണ് പോലീസിനോട്, നിങ്ങൾ FIR രജിസ്റ്റർ ചെയ്യൂ എന്ന് അവരോട് കൽപ്പിക്കുന്നതാണ് എന്ത്? മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് കൊണ്ട്. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി ഒരു പോലീസിനോട് എന്ത് ചെയ്യുന്നതാണ്? കൽപ്പിക്കുന്ന റിട്ട് ഏതാണെന്ന് വെച്ചാൽ അത് മാൻഡമസ് ഉപയോഗിച്ചാണ്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് വയ്ക്കാം. ഓക്കെ, പിന്നെ ഹേബിയസ് കോർപ്പസ് നമ്മൾ എന്താണ്? ബോഡി ഹാജരാക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ പറയുന്നതാണ് ഹേബിയസ് കോർപ്പസ്. ഈ തന്നിരിക്കുന്ന 3 ശരിയാണ്. അപ്പോൾ ഒന്നിൻ്റെ ഉത്തരം A ആണ്. രണ്ടിൻ്റെ ഉത്തരം നോക്കിയാൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയുടെ ഉത്തരവുകളുമായി, അതായത് റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അതാണ്. ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ടെന്നാണ്. ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകളാണ് റിട്ട് എന്ന് നേരത്തെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ടോ? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മാൻഡമസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നാണ്? മാൻഡമസ് ആണ് കമാൻഡ്, ഞാൻ കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ. അപ്പോൾ എന്ത് അധികാരത്തിൽ നിന്നല്ല, അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതും തെറ്റാണ്. ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പ് 256 അല്ല, നമ്മൾ 226 പഠിച്ചു. അപ്പോൾ ഇതും തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെ കുറിച്ച് പതിവ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 5 റിട്ടുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നതിൽ 1, 2, 3 തെറ്റാണ്. അപ്പോൾ ഏതാണ് ശരി? നാല് മാത്രം അല്ലേ? അപ്പോൾ 2ൻ്റെ ഉത്തരം B ആ വരിക. 4 മാത്രമാണ് ശരി. ഓക്കെ, അപ്പോൾ മാൻഡമസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ എന്ത് അധികാരം എന്ന് ചോദിക്കുന്നത് ഏതാണ്? ഏത് വാക്കിൻ്റെ അർത്ഥമാണ് എന്ത് അധികാരത്തിൽ എന്ന് ചോദിച്ചാൽ അതേത് അവർ കോവാറണ്ടോ ആണ് അല്ലേ? കോവാറണ്ടോ ആണ് എന്ത് അധികാരത്തിൽ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, എന്ത് അധികാരത്തിലാണ് നിങ്ങൾ പബ്ലിക് ഓഫീസിൽ ഇരിക്കുന്നത്? അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ 2ൻ്റെ ഉത്തരം B ആണ്. ഇനി 3 നോക്കിയാൽ ഇന്ത്യയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. അപ്പോൾ 3ൻ്റെ ഉത്തരം D ആണ്. 4 നോക്കിയാൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരെ അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ്. അപ്പോൾ 4ൻ്റെ ഉത്തരം B ആണ്. 5 നോക്കിയാൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കേശവാനന്ദ ഭാരതി കേസിൽ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് ശരിയാണല്ലേ? അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയാണെന്ന് ഉറപ്പാണ്. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല
എന്ന് സുപ്രീം കോടതി, അല്ല അങ്ങനെയല്ല, അവിഭാജ്യ ഘടകമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞതായിരുന്നു. അപ്പോൾ സി വരത്തില്ല. അപ്പോൾ ഏതാണ് ഡി നോക്കി, എ ബി സി എന്നീ പ്രസ്താവന ശരിയാണ്. അപ്പോൾ സി വരത്തില്ല പറയുമ്പോൾ ഇതും വരത്തില്ല. ഓക്കെ, അപ്പോൾ ഏതാണ് ഉത്തരം? ബി മാത്രമാണ്. അപ്പോൾ ഏതാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നു എന്നുള്ളതാണ് കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓക്കെ, അത് നമ്മൾ എല്ലാ ക്ലാസ്സും ഒരുപാട് ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ സംഭവമാണ്. ഓക്കെ, അപ്പോൾ 5-ന് ഉത്തരം ബി ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജുഡീഷ്യറി എന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഭാഗങ്ങളുമായിട്ട് നമുക്ക് വേഗം അടുത്ത ക്ലാസ്സിൽ കാണാം. അങ്ങനെ വളരെ വേഗം തന്നെ നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം കംപ്ലീറ്റ് ആക്കാം. അത് കഴിഞ്ഞിട്ട് മറ്റ് വിഷയങ്ങളിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാൻ എനിക്കൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.